ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. അപ്പോൾ ഗോർമേ ക്രോസ് ബോർഡേഴ്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു വ്യത്യസ്തമായ ഒരു കാബേജ് പിഴുക്ക് പുരട്ടിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് കാബേജ് അരിഞ്ഞത്, പിന്നെ പൊട്ടറ്റോ വളരെ നൈസായിട്ട് അരിയണം, കാരണം നമ്മൾ വെള്ളമൊന്നും ചേർക്കില്ല. അപ്പോൾ എണ്ണയിലിങ്ങനെ വഴറ്റിയാണ് കുക്കാവുന്നത്. പിന്നെ സവാള ഒരു അര ഇഞ്ച് നീളത്തിൽ, ഇഞ്ചി ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞത്, പിന്നെ 3-4 വെളുത്തുള്ളി, പിന്നെ 2 പച്ചമുളകും കറിവേപ്പിലയും കൂടി വേണം. നിങ്ങൾക്ക് പിന്നെ നമ്മൾ ചില്ലി ഫ്ലേക്സും ചേർക്കും. അപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾ നോക്കിയിട്ട് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്ത്. അപ്പോൾ നിങ്ങൾക്ക് ഇരുമ്പ് ചട്ടി നല്ലതാണ്, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോൺ സ്റ്റിക്ക് എടുക്കാം. നോൺ സ്റ്റിക്ക് അപ്പോൾ ഒട്ടും അടിയിൽ പിടിക്കില്ല. ഇതും നല്ല മയമുള്ളതാണെങ്കിൽ പിടിക്കില്ല കേട്ടോ. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് സവാള അരിഞ്ഞതും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. അത് ഒന്ന് സോഫ്റ്റായാൽ മാത്രം മതി. ഒന്ന് സോഫ്റ്റായ ശേഷമാണ് നമ്മൾ പിന്നീട് പൊട്ടറ്റോ അരിഞ്ഞത് ചേർക്കുന്നത്. അപ്പോൾ ഞാൻ നല്ല ഫ്രഷ് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു. അത് 2 മിനിറ്റ് വഴറ്റിയ ശേഷം പൊട്ടറ്റോ ചേർത്ത് കൊടുത്തു. നന്നായിട്ട് അരിഞ്ഞ പൊട്ടറ്റോ അതും ഇനി നമ്മളൊരു 2 മിനിറ്റ് നല്ലോണം ഒന്ന് വഴറ്റിയ ശേഷം നമ്മൾ അതിനെ അടച്ച് വെച്ച് ആണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനിനി ചില്ലി ഫ്ലേക്സ് ചേർക്കാൻ പോവാണ്. ഒരു 3/4 ടീസ്പൂൺ ചേർക്കും. 1 വരെ ചേർക്കാം. അത് നമ്മുടെ ചില്ലി ഫ്ലേക്സൊക്കെ ആണെങ്കിൽ ചിലതാണെങ്കിൽ ഭയങ്കര എരിവായിരിക്കും, ചിലതിന് അത്ര അധികം എരിവുണ്ടാവില്ല. അപ്പോൾ അത് നോക്കിയിട്ട് ചേർത്താൽ മതി. 1/4 ടീസ്പൂണോ നിങ്ങൾക്ക് എരിക്കനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും നമ്മൾ വാങ്ങിക്കുന്ന മഞ്ഞൾപ്പൊടിക്കനുസരിച്ച് ഇരിക്കുന്നത്. ഇത് വീട്ടിൽ തന്നെ നമ്മൾ പൊടിച്ചെടുത്ത മഞ്ഞൾപ്പൊടിയാണ്. നല്ല ഒരു 1/2 ടീസ്പൂണല്ല, 1 ടീസ്പൂൺ ചേർത്താലും ഒരു കുഴപ്പമില്ല. ചില മഞ്ഞൾപ്പൊടിക്കാണെങ്കിൽ ഭയങ്കര കളറായിരിക്കും. എന്നിട്ട് ഇനി കുറച്ച് ഒരു 1/4 ടീസ്പൂൺ നിങ്ങൾ ചേർത്ത് നോക്കുക. പിന്നെ ഉപ്പ് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് പിന്നെ ചേർക്കാം നോക്കിയിട്ട്. അപ്പോൾ ഉപ്പും ചേർത്ത് ഇത് നന്നായിട്ട് നമ്മളൊരു 2 മിനിറ്റ് വഴറ്റിയ ശേഷം നമ്മളത് അടച്ച് വെച്ച് കൊടുക്കും. 2 മിനിറ്റ് വഴറ്റിയിട്ട് അടച്ചിട്ട് അത് വളരെ സിമ്മിൽ വെച്ചേക്കണം. ഏറ്റവും ചെറിയ ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ച് വെച്ചേക്കണം. 2 മിനിറ്റ് കഴിയപ്പം നമ്മൾ വീണ്ടും തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം പിന്നെ നമുക്ക് ഒന്നുകൂടി അടച്ചു വെച്ച് ആ പൊട്ടറ്റോ കുക്ക് ചെയ്യാൻ ഒരു 5 മിനിറ്റ് എടുക്കും. വീണ്ടും നമ്മളൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് നോക്കണം ഇത് അടിയിൽ പിടിക്കുന്നുണ്ടോ. നിങ്ങളുടെ നോൺ സ്റ്റിക്ക് ആണെങ്കിൽ പിടിക്കില്ല, ഇതും അങ്ങനെ പിടിക്കാറില്ല. എന്നിട്ട് കാരണം അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്ക് തുറന്ന് നോക്കി ഒന്ന് ഇളക്കുന്നത്. ടോട്ടലി ഒരു 5 മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്താൽ മതി ഈ പൊട്ടറ്റോ. അപ്പോഴത്തേക്ക് നല്ല സോഫ്റ്റ് ആവും. പിന്നെ ബാക്കി അത് കാബേജിലൊരു അല്പം വെള്ളം ഉണ്ടാവുമല്ലോ കാബേജിൻ്റെ കൂടെ, അതും കുക്കായിക്കൊള്ളും. ഇത് നല്ല കാബേജാണ് ഞാനെടുത്ത ഹോളണ്ടിൻ്റെ. നല്ല ടേസ്റ്റാണ് ആ കാബേജിന്. അപ്പോൾ അത് ഒന്ന് കുക്കായ ശേഷം നമ്മൾ അതിനകത്തോട്ട് പിന്നെ അരിഞ്ഞ കാബേജ് കൂടി ചേർത്ത് കൊടുക്കും. അപ്പോൾ ഇതൊന്നും കൂടി ഒന്ന് ഇളക്കി. അപ്പം ഇത് നല്ലതുപോലെ നല്ല സോഫ്റ്റായി. ഇനി ഞാൻ കാബേജ് ചേർത്ത് കൊടുക്കാൻ പോവുക. അപ്പം കാബേജ് ചേർത്ത് കൊടുത്തു. ഇനി കാബേജ് നന്നായിട്ട് ഇളക്കി നമുക്ക് അവസാനം ഇത് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ഉപ്പൊക്കെ നോക്കിയിട്ട് കുറച്ചുകൂടെയൊക്കെ ഉപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കണം കേട്ടോ. ഉപ്പൊക്കെ പാകത്തിനുണ്ടെങ്കിലേ കൊള്ളാവൂ. അപ്പോൾ ഇതിന് നല്ലതുപോലെ നമ്മളൊന്ന് 2 മിനിറ്റ് ഒന്ന് വഴറ്റണം. ഇതും ഒരു 2 മിനിറ്റ് വഴറ്റി കൊടുക്കണം. നന്നായിട്ടൊന്ന് വഴറ്റി. അപ്പോൾ ലോ ഫ്ലെയിമല്ല, ഇച്ചിരി കൂടെ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം നമ്മൾ ഇതിനെ അടച്ച് വെച്ച് കുക്ക് ചെയ്യും ഒരു 2 മിനിറ്റ്. ടോട്ടലി ഒരു 15 മിനിറ്റിനകത്ത് ഇത് റെഡിയാവും കേട്ടോ. അപ്പം ഇത് നമുക്ക് പിന്നെ അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ ഞാനിത് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് വെച്ചേക്കും. ഇനി ഒരു 2 മിനിറ്റ് കഴിഞ്ഞു. ഞാനിത് തുറന്ന് ഇനി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്ന അടിയിൽ പിടിക്കാതിരിക്കാനാണ് 2 മിനിറ്റ് ചെറിയ തീയിലാണ് വെച്ചേക്കുന്നത്. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കും. ചില കാബേജാണെങ്കിൽ അതിനകത്ത് ഭയങ്കര വെള്ളമായിരിക്കും. നമ്മൾ അത് അടച്ച് വെച്ച് പിന്നെ തുറന്ന് നോക്കിയാൽ അടിയിൽ ഒരുപാട് വെള്ളം ഉണ്ടാവും. ഇത് ഒട്ടും വെള്ളമില്ലാത്ത നല്ല കാബേജാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ തുറന്ന് നോക്കി ഇതിങ്ങനെ വഴറ്റി കൊടുക്കുന്നത്.
അപ്പോൾ ഇതിന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയിട്ട് വീണ്ടും നമ്മൾ അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യും. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നിട്ട് നിങ്ങൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങൾ ഷെയർ ചെയ്യണം, നിങ്ങളിതെല്ലാം ഉണ്ടാക്കി നോക്കണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് നിങ്ങൾ അറിയിപ്പിക്കണം. അപ്പം നമുക്കിനി ഇത് വീണ്ടും ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ചിലപ്പോൾ കാബേജിന് വെള്ളം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ അടച്ച് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ആ വെള്ളം വറ്റുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്യണം. അത്രയേ ഉള്ളൂ. ആ വെള്ളത്തിൽ നന്നായി കാബേജും വേവും പൊട്ടറ്റോയും വേവും. കുഴപ്പമില്ല, വെള്ളം ഒന്ന് വറ്റണമെന്നേ ഉള്ളൂ, വെള്ളം വറ്റാതിരിക്കരുത്. അപ്പോൾ മെഴുകുവരട്ടിയപ്പം നമ്മൾ അങ്ങനെയാണ്. ഞാനിത് അടച്ച് വെച്ച് ഇനി ഒരു 2 മിനിറ്റ് ഇങ്ങനെ അടച്ച് വെച്ചേ. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം കണ്ട ഈ കാബേജ് ആണെങ്കിൽ നല്ല ഇത്തിരി ഡ്രൈ ആയിട്ടിരിക്കുന്ന കാബേജാണ്, ഒട്ടും വെള്ളമില്ല ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ആവിയിൽ നിന്നാണ് ഈ കാബേജ് പൊട്ടറ്റോ ബാക്കി വേവാനുണ്ടെങ്കിൽ അത് നന്നായിട്ട് കുക്കാവും. കാബേജിനധികം വേവില്ല, അപ്പോൾ അതൊന്ന് വാടിയാൽ മതി, അതങ്ങ് വെന്തോളും. അപ്പോൾ ഇത് ഏകദേശം അത് റെഡിയായി. ഇപ്പം 2 മിനിറ്റായി, നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പം ഞാനിത് തുറന്ന് നോക്കാൻ പോവുകയാണ്. അപ്പം നല്ലതായിട്ടിത് കുക്കായിട്ടുണ്ട്. നമുക്കിനി അടച്ച് വെച്ച് കുക്ക് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച ശേഷം നല്ലോണം ഒന്ന് വഴറ്റി കൊടുത്ത് നമുക്കത് ഉപ്പും നോക്കിയിട്ട് ഓഫ് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. അത് നമ്മുടെ കാബേജ് റെഡി ആയിട്ടുണ്ട്. നല്ലോണം ഒന്നുകൂടി ഒന്ന് വഴറ്റി ഉപ്പൊക്കെ നോക്കിയിട്ടാണ് ഓഫ് ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് ഈ സമയത്ത് നിങ്ങൾ ഉപ്പ് നോക്കണം. ഉപ്പ് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇത് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ ഇത് ഓഫാക്കി നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ.